മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ വിഷയം കണ്ടാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. ആ രീതിയിൽ മർദ്ദിക്കുന്നു. ഇക്കാര്യത്തിലൊന്നും CPIക്ക് അഭിപ്രായമില്ലേ? ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിലെ പോലീസ് നയത്തിനകത്ത് ഇടതുപക്ഷ സ്വഭാവം ഉണ്ടാകണം. അതുണ്ടായ രീതിയിലുള്ളൂ. അത് ജനങ്ങളെല്ലാം അടിച്ചമർത്തുന്ന തലപൊട്ടിക്കുന്ന ഒന്നാകാൻ പാടില്ല. ഇന്നത്തെ കോൺഗ്രസിൻ്റെ പോക്കിനെ പറ്റി ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ന്യായമായ ആശങ്കയുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അയോധ്യയിലെ ക്ഷേത്രം, ആ ക്ഷേത്രം കെട്ടിപ്പൊക്കിയത് എവിടെയാണ്? ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദിൻ്റെ ശവപ്പറമ്പിലാണ് കെട്ടിപ്പൊക്കിയത്. ആ മുറിപ്പാടുണ്ട്. ശശി തരൂരിനെ നേരിടാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ അത്ര എളുപ്പമല്ല. ഒറ്റ നോട്ടം വേണ്ട, രണ്ടു വട്ടം നോക്കി അപ്പാളുണ്ടാകും. മോദിയെക്കുറിച്ച് എന്തെല്ലാം വിയോജിപ്പ് പറഞ്ഞാലും മോദിയെ നേരിടാൻ പറ്റിയ ഒരു നേതാവ് മറുഭാഗത്തുണ്ടോ? മോദി മഹാദിവ്യനൊന്നുമല്ല, അജയ്യനുമല്ല. ഫലപ്രദമായ ഒരു ഐക്യം ഉണ്ടാക്കി എവിടെയെല്ലാം പോരാടിയിട്ടുണ്ടോ അവിടെയെല്ലാം മോദിയുടെ പാർട്ടി തോറ്റിട്ടുണ്ട്. വിഭാഗീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ഓജസ്സിനെ ദുർബലപ്പെടുത്തും. CPIയിൽ വിഭാഗീയതയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പം പൂർണ്ണ വിധേയരായോ CPMന്? CPI നെവർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് 19-1 ഇത്തവണ എങ്ങനെയായിരിക്കും? 20-20 ആയിരിക്കും. അവർക്കാണോ? ഞങ്ങൾക്ക് LDF. സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാവും CPI സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ ബിനോയ് വിശ്വമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ബിനോയ് വിശ്വം. അപ്പോൾ ആദ്യമേ CPI സെക്രട്ടറിയായി ചുമതലയേറ്റയിൽ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ. പാർട്ടി സെക്രട്ടറി മാറുമ്പോൾ പാർട്ടിയുടെ മുഖവും മാറുമോ? മാറണമെന്നില്ല. പാർട്ടി ചില അടിസ്ഥാന നന്മകളും ഗുണങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്, അത് മാറില്ല. പ്രത്യേകിച്ച് താങ്കൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ താങ്കൾ പൊതുവെ ഒരു ലാളിത്യത്തിൻ്റെയും മാനവികതയുടെയൊക്കെ ഒരു മുഖമായിട്ടാണ് പൊതുവെ ആൾക്കാർ വിലയിരുത്തപ്പെടുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. പാർട്ടിയുടെ നയങ്ങളിലും സമീപനങ്ങളിൽ നയങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റില്ല, പക്ഷേ സമീപന രീതികളിൽ മാറ്റം വരൂ. കാർക്കശ്യത്തിൻ്റെ ഒരു മുഖം മാറും. ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമായ കാർക്കശ്യം ഉണ്ടാകും, ആവശ്യമായ അറിവുണ്ടാകും, ആവശ്യമായ ലാളിത്യം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ കാർക്കശ്യത്തിൻ്റെ പാർട്ടിയല്ല, എന്നാൽ കുത്തഴിഞ്ഞ പാർട്ടി ആകാൻ പാടില്ല. താങ്കളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്, പിന്നെ പണ്ട് വയലാർ രവി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട്, താങ്കളുടെ ഒന്ന് മുടിയെങ്കിലും ഒന്ന് ചീപ്പി വെച്ചിട്ട് പോവാം. ആ ഒരു സംഭവം ഇപ്പോഴും ഓർമ്മയിലുണ്ടോ? വയലാർ രവിയല്ല പറഞ്ഞത്, മെഴ്സി ചേച്ചിയാണ്. മെഴ്സി രവി. മെഴ്സി ചേച്ചിയാണ് പറഞ്ഞത്. എന്നോട് വലിയ സ്നേഹമായിരുന്നു, എനിക്ക് സ്നേഹമായിരുന്നു. അങ്ങോട്ട് രാഷ്ട്രീയ ഭിന്നതയൊക്കെ ഉള്ളപ്പോഴും വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ ഒരിക്കൽ എന്നോട് അസംബ്ലി വെച്ച് പറഞ്ഞു, എടാ ചെറുക്കാ നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. നീ ഞങ്ങളെപ്പോഴും വിമർശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് TV-യിലൊക്കെ വന്ന്. ഇത് വിമർശിച്ചു, പക്ഷേ നീ ആ മുടി ജീവിച്ചിട്ട് പോയി. എവിടെ നിന്നോ ഓടി അലച്ച് വന്ന് ആർത്തലച്ച് മുഖം പോലും കഴുകാതെ മുടി ഇങ്ങനെ പാറിപ്പറന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചീപ്പ് തന്നവർ, കൊച്ചു ചീപ്പ്. അത് മെഴ്സി ചേച്ചി MLA ആണ്. അതൊക്കെ ചീപ്പ് ഇതിൽ ഇപ്പോഴും ഇതിൻ്റെ ബാഗിനകത്തുണ്ട്. അത് ശരി. ജീവിതത്തിൽ അത്ര സ്നേഹമുള്ള സ്ത്രീയായിരുന്നു അവർ. ഇപ്പോൾ താങ്കളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ താങ്കളുടെ മകളുടെ വിവാഹമാണെങ്കിലും ഒരു ലാളിത്യം എപ്പോഴും താങ്കളുടെ കൂടെയുണ്ട്. അത് എങ്ങനെ ആർജിച്ചെടുത്തതാണ്? അതോ കുടുംബത്തിൽ? ലാളിത്യമൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല. അല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് ലാളിത്യമുണ്ട്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടോ? ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ ലാളിത്യത്തിൻ്റെയും ഒരു സഹാനുഭൂതിയുടെയൊക്കെ മുഖമുള്ള നേതാക്കളും സഖാക്കളുമാണ്. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? ആ മാറ്റം അതിരുവിട്ടാൽ നല്ലതല്ല. അത് എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, അല്ലെ ജനങ്ങളിലൊപ്പം ഇഴുകിച്ചേരുന്ന, എന്തും ജനങ്ങൾക്ക് സംസാരിക്കാവുന്ന ആൾക്കാരാകണ്ടേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്തമായൊരു ഉള്ളടക്കമുണ്ട്, ഒരു മുഖമുണ്ട്, കാഴ്ചപ്പാടും സമീപനവുമുണ്ട്. എല്ലാ പാർട്ടികളെയും പോലെ കേവലം മറ്റൊരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇറ്റ്സ് എ പാർട്ടി ഓഫ് എ ന്യൂ ടൈപ്പ് എന്നാണ് ലെനിൻ പറഞ്ഞത്. ഞങ്ങളെപ്പോഴും ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ലെനിൻ്റെ ചരമദിനമാണ്. ലെനിൻ്റെ ഈ ചരമശതാബ്ദി ദിനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നില്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു? ലെനിൻ്റെ വഴിയിൽ നിൽക്കുന്നു അടിസ്ഥാനപരമായിട്ട്. പക്ഷേ ഇന്ത്യയിൽ ആ രീതിയിലേക്ക് ഒരു പടർന്ന് പന്തലിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പടർന്ന് പന്തലിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നിഷേധമായ റോളുണ്ട്, സ്വാധീനമുണ്ട്. അതിൻ്റെ ശബ്ദത്തെയും നിലപാടിനെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മതേതര ജനാധിപത്യ ചേരിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വലിപ്പം കൊണ്ട് മാത്രമല്ല, നോട്ട് ബിക്കോസ് ഓഫ് ദ നമ്പേഴ്സ്. എണ്ണം കുറവ് തന്നെയാണ്, പക്ഷേ എണ്ണത്തേക്കാൾ കവിഞ്ഞ പൊളിറ്റിക്കൽ പ്രസൻസ് ഉണ്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. പക്ഷേ ആ ശബ്ദം വളരെ ദുർബലമായി, വളരെ ഫീബിൾ ആയി മാറുമല്ലേ? അതേപ്പറ്റി ഞങ്ങൾ കൺസേൺഡാണ്. ഞങ്ങൾക്ക് വഹിക്കേണ്ട പങ്ക്, ഞങ്ങളുടെ മേൽ കാലുമേൽപ്പിച്ച കർത്തവ്യം, അതൊക്കെ നിറവേറ്റാൻ ഞങ്ങൾ ഇനിയും ശക്തിപ്പെടണം. അത് ഞങ്ങളുടെ ചലഞ്ചാണ്.
ആ രീതിയിൽ വളർച്ച പോരാ. ആ വളർച്ച വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ചർച്ചയ്ക്കെടുത്ത വലിയ കാര്യം അതായിരുന്നു. പാർട്ടി ഇനിയും വലുതാകണം. വലുതാകുമ്പോൾ നോട്ട് ഓൺലി ഇൻ നമ്പേഴ്സ്, എണ്ണത്തിൽ മാത്രമല്ല ഗുണത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരണം. ബോത്ത് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടണം. എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. പാർട്ടിയുടെ 100-ാം വാർഷികം വരികയാണ് 25-ൽ. അപ്പോൾ ഞങ്ങൾ അന്ന് ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം ഈ വളർച്ചയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, ഇതിനേക്കാൾ ശക്തിയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലത്തിന് വേണം. അന്ന് എന്നാലേ ശക്തമായ ഇടതുപക്ഷ ഐക്യം ഉണ്ടാകും, എന്നാലേ ഫലപ്രദമായ റിലയബിളായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ ബദലുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും സ്ട്രെങ്തൻ ചെയ്താലേ ഇന്നത്തെ അടിയന്തര കർത്തവ്യമായിട്ടുള്ള മതേതര ജനാധിപത്യ ഇടതുപക്ഷ വിപുല മുന്നണിയുടെ സാധ്യതയ്ക്ക് ആക്കമുണ്ടാകും. പക്ഷേ ഇപ്പം നമ്മൾ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അജോയ് ഫാമിനും ആയാലും AKG ഫാമിനും അതൊക്കെ എത്രയോ കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടേക്ക് നേതാക്കന്മാർ വരികയും പോവുകയും ചെയ്യുന്ന വിഷ്വലുകളും ചിത്രങ്ങളും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷേ എത്ര കാലം കഴിഞ്ഞാണ് കെജ്രിവാൾ ഡൽഹിയിലേക്ക് വരികയും ഭരണം പോലും പിടിച്ച് എടുക്കുകയും ചെയ്തത്? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊന്നും കഴിയുന്നില്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെപ്പറ്റി ചിന്തിക്കണം. എന്തുകൊണ്ട് ഇന്ത്യയെപ്പോലുള്ള നാട്ടിൽ ഇത്രയേറെ ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും പെരുകുന്ന നാട്ടിൽ, ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും എല്ലാം ഇത്രയധികം ജനജീവിതത്തെ വേട്ടയാടുന്ന ഈ നാട്ടിൽ അതിനൊക്കെ പരിഹാരത്തിൻ്റെ വഴി ആരായുന്ന, വഴി ചൂണ്ടിക്കാണിക്കാൻ കെൽപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ആ ജനതയ്ക്ക് ആഗ്രഹിക്കുന്ന അളവിൽ സ്വീകാര്യമാകുന്നില്ല എന്ന് ഞങ്ങൾ സ്വയം ചോദിക്കണം. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഉത്തരങ്ങൾ വേണ്ടത്ര ഫലപ്രദമായിട്ട് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ അവസരങ്ങളിലും ഞങ്ങൾക്കതിനെപ്പറ്റി ഒരു സ്വയം വിമർശനമുണ്ട്. അത് ആരുടെ കുഴപ്പം? പാർട്ടിയുടെ കുഴപ്പമല്ലല്ലോ, പാർട്ടിയെ നയിച്ചവരുടെ കുഴപ്പമല്ലേ? അതുകൊണ്ട് രണ്ടുമുണ്ട്. പാർട്ടിയുടെ കുഴപ്പമൊന്നും ഞാൻ പറയില്ല, പാർട്ടിയുടെ ഐഡിയോളജിയുടെ കുഴപ്പമല്ല. പാർട്ടിക്കൊരു യഥാർത്ഥമായിട്ടുള്ള ശരിയായ രാഷ്ട്രീയ ലൈനുമുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ വീഴ്ചയാണത്. പക്ഷേ ഇന്ത്യൻ ദേശീയതയും അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെയും ഉൾക്കൊള്ളാതെ വിദേശ രാജ്യങ്ങളിലെ നേതാക്കളെ ഉയർത്തിപ്പിടിച്ചത് കമ്മ്യൂണിസത്തിന് പറ്റിയ ഒരു തെറ്റാണ്. അല്ലെങ്കിൽ ദളിത് പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളാതെ നിന്നതുമല്ല ഒരു തെറ്റായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന ചർച്ചകളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം അത് തന്നെയാണ്. ഇന്ത്യയുടെ ജീവിതം, സംസ്കാരം, ചരിത്രം, പാരമ്പര്യം ഇതെല്ലാം കണക്കിലെടുത്ത് ഇന്ത്യയിലടക്കം എവിടെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകാൻ പറ്റും. അതിനെല്ലാം പാടെ വകഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് അല്ല പോകേണ്ടത്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ പതനമുണ്ടായപ്പോൾ ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കോണ്ടസ്റ്റിൽ സ്വന്തം പാർട്ടിയുടെ വിജയാപജയങ്ങളെപ്പറ്റി ഒരുപാട് ചർച്ച ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വളരെ വിപുലമായിട്ട് മറ്റൊരു പാർട്ടിക്കകത്ത പോലെ ഞങ്ങൾ പാർട്ടിക്കകത്ത് ഒരു ചർച്ചയുടെ പ്ലാറ്റ്ഫോം തുറന്നു. എല്ലാ പാർട്ടി പത്രങ്ങളിലും മാസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകളുണ്ടായി അതിൻ്റെ നാനാവശങ്ങളെപ്പറ്റി. ഞങ്ങൾ എത്തിച്ചേർന്ന കൺക്ലൂഷൻ എന്തെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ മാർക്സിസം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? മാർക്സിസം ശരിയാണ്, അതാണ് ഞങ്ങളുടെ വഴികാട്ടി. പക്ഷേ യാന്ത്രികമായിട്ടല്ല അത് ഞങ്ങൾ പ്രയോഗിക്കേണ്ടത്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എങ്ങനെ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രയോഗിക്കാം ഇതിനെപ്പറ്റിയുള്ളൊരു വഴിയാണ് ഞങ്ങൾ ആരായുന്നത്. അതിനകത്ത് ഇത്തരം വിമർശനമൊക്കെ പാർട്ടിക്കകത്ത് വേണ്ടവർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഉത്തരം ആയെന്ന് ഞാൻ പറയില്ല. ഇറ്റ്സ് എൻ ഓൺഗോയിങ് സെർച്ച്. ഈ 100-ാം വാർഷിക വേളയും എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ വിഷയത്തിൽ ഊന്നിയ ചർച്ചയ്ക്കുള്ള സന്ദർഭമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ CPI ആണെങ്കിലും CPM ആണെങ്കിലും ഈ പാർട്ടി അംഗങ്ങളല്ലാതെ ഈ പാർട്ടികളെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് അനുഭാവികളുള്ള നാടാണ് കേരളം. പക്ഷേ അവർ ഉത്തരേന്ത്യയിലേക്ക് നോക്കുമ്പോൾ പശ്ചിമ ബംഗാൾ പോയി, ത്രിപുര പോയി, താഴോട്ടല്ലേ വളർച്ച? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ദൗർബല്യങ്ങളെപ്പറ്റി കണ്ണടയ്ക്കാൻ പാടില്ല. ദൗർബല്യങ്ങളുണ്ട്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന കടമകൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള സംഘടനാ ശേഷി, നിങ്ങൾ പറയുന്നത് പ്രകടനശേഷി എന്നാണ്, സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. അതുണ്ടാകണം. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ലെഫ്റ്റിൻ്റെത് AITC ആണ്, പിന്നെ CITU ആണ്. കർഷക രംഗത്ത് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്, കൺസിഡറബിളായ സ്വാധീനമുണ്ട്. വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും മഹിളാ രംഗത്തും അവിടെയെല്ലാം അവർ പ്രസൻസ് ഈസ് ദെയർ. ഞങ്ങൾ നെഗ്ലിജിബിൾ അല്ല.
ചിലപ്പോൾ അവിടെയൊക്കെ ഏറ്റവും സംഘടിതമായ പ്രവർത്തനമുള്ള പ്രസ്ഥാനങ്ങൾ CPIയും CPM നയിക്കുന്ന പ്രസ്ഥാനങ്ങളായിരിക്കും. ഇതെല്ലാം ഞങ്ങളുടെ പൊട്ടൻഷ്യലാണ്. പക്ഷേ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുറച്ചുകൂടെ ഗൗരവമേറിയ ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ട് മാറാൻ എന്തുകൊണ്ട് ഞങ്ങൾക്കാകുന്നില്ല എന്ന് ഞങ്ങൾ സ്വയം ചോദിക്കണം. അവിടെ ഒരു ഗൗരവപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് ഐക്യം. അതിനെപ്പറ്റി CPIക്ക് വളരെ ഗൗരവമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടത്. CPM-ന് താല്പര്യമില്ല. വി സ്റ്റാൻഡ് ഫോർ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി. അത് ലയനമല്ല. പലപ്പോഴും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ അർത്ഥം മനസ്സിലാകുന്നില്ല. അവരെപ്പോഴും എളുപ്പമാക്കി പറയും ലയനമെന്ന്. ഞാനിവിടെ ഒന്നുകൂടി പറയുന്നു, ലയനമെന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയല്ല. ലയനത്തിന് ഇനി പ്രസക്തിയില്ല. ഞങ്ങളുടെ അജണ്ട അന്നും ഇന്നും സത്യമുള്ള അജണ്ട ഞങ്ങൾക്കുണ്ട്. അതെന്ന് വെച്ചാൽ പാർട്ടി പറഞ്ഞ വാചകം ഇതാണ്: ദ യൂണിറ്റി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഓൺ എ പ്രിൻസിപ്പിൾ ബേസിസ്. തത്വാധിഷ്ഠിതമായ അടിത്തറ പേരൂന്നിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഐക്യം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് CPM തടസ്സമാണോ? CPM-ന് ഞങ്ങളത്ര ബോധ്യമല്ല. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടൊരു പോസിറ്റീവായ ട്രെൻഡ്, ഞാൻ സംസാരിക്കുന്ന ഒരുപാട് CPM സഹാക്കൾ, നേതാക്കന്മാരും അണികളുമുള്ള, എനിക്ക് വളരെ അടുപ്പമുണ്ട് ആയിരക്കണക്കായിട്ടുള്ള CPM സഹാക്കളോട്. അവർക്കെല്ലാവർക്കും എന്ന് ഞാൻ പറയില്ല, അവരിലൊരു കൺസിഡറബിളായ ഭാഗം സഹാക്കൾ ഇന്ന് മുൻകാലത്തേക്കാളും വ്യത്യസ്തമായി അനുകൂലമായി നമ്മൾ ഇനിയെങ്കിലും ഒന്നിക്കലിനെ പറ്റി ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. CPI കാണുന്നത് നാളെ ഒന്നിക്കണം എന്നല്ല. പക്ഷേ ബോത്ത് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് ഐക്യം ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇപ്പോഴെങ്കിലും പറ്റണം. എന്നിട്ട് ആ വഴിക്കുള്ള യാത്ര ആരംഭിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട താത്വിക പ്രശ്നങ്ങളുണ്ട്, ഐഡിയോളജിക്കൽ വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, സംഘടനാ കാര്യങ്ങളുമുണ്ട്. അതെല്ലാം ഒന്നൊന്നായിട്ട് ചർച്ചയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടികൾക്കും ബോധ്യമാകണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇപ്പോൾ സമൂഹത്തിൻ്റെ മൂല്യച്യുതികൾ എല്ലാ മേഖലയും, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും, മാധ്യമരംഗമാണെങ്കിലും തൊഴിൽ രംഗം എല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തെ അത് കൂടുതൽ ബാധിച്ചില്ലേ? പ്രത്യേകിച്ച് CPIയിലായാലും CPM-ലാണെങ്കിലും പല പാർട്ടി മേഖലയിലെ പ്രാദേശിക നേതാക്കൾ, ഏരിയ ഘടകങ്ങളിലുള്ള നേതാക്കളടക്കം റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരായി മാറുന്നു. മുതലാളിമാർക്ക് വേണ്ടി കുട പിടിക്കുന്നു. ആ ഒരു വലിയ മാറ്റം കേരളത്തിൽ വലിയൊരു അപജയം ഉണ്ടാക്കിയില്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്? അതിൽ അത്ഭുതപ്പെടേണ്ട. ഞങ്ങൾ ജീവിക്കുന്ന സമൂഹം അതാണ്. ഈ സമൂഹത്തിൻ്റെ മൂല്യബോധങ്ങളൊക്കെ വളരെ തെറ്റായ മൂല്യബോധങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമല്ല. ഇതിന് സമൂഹത്തിൻ്റെ നന്മയെ ചിന്തിക്കുന്ന സാമാന്യ മനുഷ്യൻ്റെ മൂല്യബോധം പോലും അല്ലാത്ത, എല്ലാത്തിനേക്കാളും വലുത് പണമാണ് എന്ന് തീരുമാനിപ്പിക്കുന്ന ഒരു മൂല്യബോധമുണ്ട് ഇവിടെ. അത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ആധിപത്യമുള്ള ചിന്ത അതാണ്. അത് റൈറ്റ് വേഡ് ചിന്തയാണ്, വലതുപക്ഷ ചിന്തയാണ്. അതിൻ്റെ പുറകിൽ മുതലാളിത്ത ആശയമാണ്. അതിൻ്റെ കാതൽ എന്തെന്ന് വെച്ചാൽ, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും. പണ്ട് പഴഞ്ചൊല്ലായിരുന്നു. പക്ഷേ മുതലാളിത്തം ആഗോളവൽക്കരണമായിട്ട് മാറിയ കാലത്ത് അത് പഴഞ്ചൊല്ലല്ല. ഈ സമൂഹ സാമ്പത്തിക വ്യവസ്ഥയുടെ വഴികാട്ടിയായ പ്രിൻസിപ്പിളായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ പണത്തിൻ്റെ സർവാധിപത്യം അത് ലോകത്തെല്ലാം വ്യാപിക്കുകയാണ്. പക്ഷേ മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പോരാട്ടം. പക്ഷേ ആ അന്തരം മാറി മുതലാളിത്തം അതിൽ വിജയിച്ചില്ല. ഇപ്പോഴും അതെ. കാരണം മുതലാളിത്തമല്ലേ ഇപ്പോൾ വിജയിച്ചത്. ഞങ്ങൾ കാണേണ്ട കാര്യമാണത്. ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ആധിപത്യമുള്ള ചിന്തയും സംസ്കാരവും പ്രത്യയശാസ്ത്രവും മുതലാളിത്തത്തിൻ്റെതാകുമ്പോഴേക്കും ഞങ്ങൾ അതിനെ മാറ്റാൻ നിൽക്കുന്നവർ നല്ല ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഞങ്ങളെയും അത് പിടികൂടും, ഞങ്ങളെയും കടന്നാക്രമിക്കും. അല്ല, മാറ്റാൻ നിന്നവർ അവരോടൊപ്പമായി മാറിയ കാഴ്ചകളുമുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സുകൾ, CPIയുടെ പാർട്ടി കോൺഗ്രസ്സുകളും CPM പാർട്ടി കോൺഗ്രസ്സുകളും എപ്പോഴും വീഴ്ച കൂടാതെ ചർച്ചക്കെടുക്കുന്ന വിഷയമാണ് പാർട്ടിയുടെ സംഘടനാ രേഖ, ഓർഗനൈസേഷണൽ റിപ്പോർട്ട്സ്. അതൊരു ഗൗരവമുള്ള ചർച്ചാ ഭാഗമാണ് എല്ലാ പാർട്ടി കോൺഗ്രസ്സുകളിലും. ആ ചർച്ചകളിലൊക്കെ ഞങ്ങൾ പറയുന്ന കാര്യമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ പാർട്ടിക്ക് പൊറിപ്പിക്കാനാകാത്ത ഒരുപാട് തെറ്റായ പ്രവണതകൾ, അന്യവർഗ വാസനകൾ കടന്നുകൂടുന്നുണ്ട്. പാർട്ടി ജാഗ്രത പാലിക്കണം, പാർട്ടിയെ പ്രിപ്പയർഡാക്കണം. ഇത്തരം തെറ്റുകളെ തിരുത്താൻ ഉള്ള സമരത്തിന് പാർട്ടിയെ സജ്ജമാക്കണമെന്ന് എല്ലാ പാർട്ടി കോൺഗ്രസും പറയുന്നു. അതൊക്കെ നിർഭാഗ്യവശാൽ അതൊക്കെ കൈരേഖ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അഴിമതി, പണസമ്പാദന വ്യഗ്രത, തെറ്റായ എൻ്റെ ചോദ്യം അതൊക്കെ രേഖകളിൽ മാത്രമായി തെറ്റായ പ്രവണതകൾ, പിന്നെ ജാതിവാദം, അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെടൽ, പിന്നെ ആർഭാട ജീവിതം, ഇതെല്ലാം ഞങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചകളാണ്. രാജേഷ് പറഞ്ഞ മാതിരി രേഖകൾ മാത്രം പറഞ്ഞാൽ പോരത്. തിരുത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ. തിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളുണ്ട്.
തിരുത്താനുള്ള ശക്തി ഇപ്പോൾ പാർട്ടിക്കുണ്ടോ? ആ സ്ട്രഗിളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിപ്പോയാൽ സ്ട്രഗിളാണത്. ആ സമരം ഞങ്ങളോട് ചെയ്യേണ്ട സമരമാണ്. നിരാശയാണോ പാർട്ടി സെക്രട്ടറി? നിരാശയില്ല. ദിസ് സ്ട്രഗിൾ വിൽ വിൻ. ഒരു നിരാശയില്ല. ഈ സമരത്തിൽ നിന്ന് വഴിമാറി പോകാൻ പാടില്ല, കണ്ണടച്ച് പിടിക്കാൻ പാടില്ല. നിരാശയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ കമ്മ്യൂണിസ്റ്റ് ഗുണങ്ങൾ മുണ്ടെടുക്കാനുള്ള സമരത്തിൽ CPI വലിയ അളവിൽ ശ്രമിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, ഇനിയും ശ്രമിക്കും. CPM ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, അത് ഒരിക്കലല്ല പലവട്ടം ഞാൻ പറഞ്ഞു, ആ ശ്രമത്തിൽ ഞങ്ങളെക്കാളും ഒരു പടി മുമ്പോട്ട് പോയ പാർട്ടിയാണ് CPM. CPM ഈ രാഷ്ട്രീയ രേഖ, സംഘടനാ രേഖ അംഗീകരിച്ചു, ചർച്ച ചെയ്തു. അതിന് പുറമെ പാർട്ടിക്ക് സംഭവിക്കുന്ന അപജയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക പ്ലീനം വിളിച്ചു കൂട്ടി. പക്ഷേ ആ പ്രത്യേക പ്ലീനത്തിൽ സ്വന്തം പാർട്ടിക്കകത്തുള്ള ദൗർബല്യങ്ങളെപ്പറ്റി CPM സഖാക്കൾ നിശിതമായി സ്വയം വിമർശനം നടത്തി. അതിനെല്ലാം തിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളെപ്പറ്റി പാർട്ടിയെ അത് ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളെപ്പോലെ തന്നെ അവർക്കും അതിൽ വിജയം ഉണ്ടായിട്ടില്ല. അങ്ങനെ തിരുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ വിഭാഗീയതയുടെ ഭാഗമായി മാറിയെന്നാണ് വിമർശനമുള്ളത്. വിഭാഗീയത, അതായത് ഒരാളെ തിരുത്തുന്നു എന്ന് പറഞ്ഞ് വിഭാഗീയതയുടെ ഭാഗമായിട്ട് അധികാരത്തിൽ ആർക്കാണോ മേൽക്കൈ അവരുടെ എതിരാളികളെ വിഭാഗീയതയുടെ പേരിൽ തിരുത്തൽ എന്ന് പറഞ്ഞ് തിരുത്തുന്ന കാഴ്ചയും നടക്കുന്നുണ്ട്. വിഭാഗീയത ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്നാലും ലക്ഷ്യം പരാജയപ്പെടും. വിഭാഗീയത കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിജയിച്ചിട്ടില്ല. വിഭാഗീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ഓജസ്സിനെ ദുർബലപ്പെടുത്തും. CPIയിൽ വിഭാഗീയതയുണ്ടോ? ഇല്ല. ഇപ്പോൾ താങ്കൾ സെക്രട്ടറി ആയിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് കുറേ നാൾ പ്രകാശ് ബാബു സെക്രട്ടറിയായി വന്നേക്കും എന്നൊരു കേട്ടിരുന്നു. പിന്നീട് പക്ഷേ അത് നടന്നില്ല. മാത്രമല്ല KE ഇസ്മയിലിനെ പോലുള്ള നേതാക്കൾ കാനത്തിൻ്റെ ചിത അണയുന്നതിന് മുമ്പേ താങ്കൾ സെക്രട്ടറി ആയി എന്നുള്ള വിമർശനം ഉന്നയിച്ചു. ഇതെല്ലാം അതിൽ വലിയ അളവിൽ മാധ്യമങ്ങളുടെ ഒരു വലിയ പങ്കുണ്ട്. അവരാണ് പല കഥകളും ഊതിപ്പെരിപ്പിച്ചത്. ഞങ്ങളുടെ ചില സഖാക്കൾ, ഉദാഹരണ സഖാവ് KE എത്രയോ അനുഭവ സമ്പത്തുള്ള നേതാവാണ്. അദ്ദേഹത്തെ പോലുള്ള സഖാവ്, എനിക്കിപ്പോഴും എൻ്റെ വിശ്വാസം, അദ്ദേഹം പറഞ്ഞ പ്രസ്താവന 2 വട്ടം അദ്ദേഹം ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പറയുമായിരുന്നില്ല. ഞാൻ KE വിളിക്കാറുണ്ട്, കാണാറുണ്ട്. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ആദ്യം വിളിച്ച ഒരു 10 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒരു പേര് KEയുടെ പേരാണ്. ഞാൻ ചോദിച്ചത് KE കൂടെ ഉണ്ടാകില്ല എന്നായിരുന്നു. KE പറഞ്ഞു കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതാണ് KE ഇസ്മയിൽ. പക്ഷെ ആ KE ഇസ്മയിൽ ഈ പറഞ്ഞ പല കാരണങ്ങളാലായിരിക്കാം അദ്ദേഹത്തിനെ പോലൊരു നേതാവ് ഓപ്പണായി പറഞ്ഞുകൂടാത്തൊരു കാര്യം പറഞ്ഞു. അന്നത്തെ എൻ്റെ റിയാക്ഷൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞു, പരിണതപ്രജ്ഞരായ നേതാക്കന്മാർക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം എങ്ങനെ പറയണമെന്ന് അവർക്കറിയാം. അപ്പോൾ KEക്കും അതറിയാം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു കാണില്ല എന്നാണ് വിശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു പൊതു പരിപാടി പങ്കെടുത്ത് പ്രസംഗിച്ചായിട്ട് ഇന്ന് പത്രത്തിൽ വായിച്ചത്, ഈ പ്രായമുള്ള ആൾക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം, അവരെ ഒന്ന് മാറ്റി നിർത്തരുത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് എവിടെ ഒരു പൊതുപരിപാടി പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ CPIയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 75 വയസ്സെന്നുള്ളൊരു പ്രായപരിധി. കേരളത്തിൽ CPIക്ക് ശക്തരായ നേതാക്കളെ ഇല്ലാതാക്കിയില്ലേ? ഇല്ല. ഉദാഹരണം പന്ന്യൻ രവീന്ദ്രൻ, അല്ലെങ്കിൽ CB വാരൻ, KE ഇസ്മയിൽ അടക്കമുള്ള അവരൊക്കെ നേതാക്കന്മാരാണ്. പാർട്ടിയുടെ ഘടകത്തിൻ്റെ വിഷയമല്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൻ്റെ ഏക ഘടകം, ഏക നിർണായക വശം ഘടകം മാത്രമല്ല. പന്ന്യൻ രവീന്ദ്രൻ ഏത് ഘടകത്തേക്കാളും അദ്ദേഹം നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനമാണ്. ഇപ്പോഴും രവിയേട്ടൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് എങ്ങനെ ഓടിയോ അതുപോലെ പാർട്ടിക്ക് വേണ്ടി ഓടുന്നുണ്ട്, അങ്ങോളം ഇങ്ങോളം. അത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യം കൊണ്ട്. പക്ഷേ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരു ഓർണമെൻ്റൽ ഇത് മാത്രമല്ലേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. പന്ന്യൻ രവീന്ദ്രൻ എവിടെ പോയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ മാനിക്കും. ഈ ഒരു തീരുമാനം ഇന്ത്യ ഒട്ടാകെ നടപ്പിലായില്ലല്ലോ. CPIയുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ 75 എന്നുള്ള പ്രായപരിധി നടപ്പിലായിട്ടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? പല പാർട്ടി കാരണങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, പറ്റിയ കാഡർമാരില്ല, അതൊരു കാര്യമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യുവത്വം വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊബിലിറ്റി കൂടണം. അതിനെ കാണാനാകണം എല്ലാ സ്ഥലങ്ങളിലും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫീസിൽ ജീവിക്കേണ്ട പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിൽ പോയി പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകേണ്ട പാർട്ടിയാണ്. അതുകൊണ്ട് പ്രായം ഒരു തടസ്സമൊന്നുമല്ല. അതൊരു തെറ്റായ തീരുമാനമായി തോന്നില്ല. ഇപ്പം തന്നെ AITUCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എത്ര പ്രായമുണ്ട്? 55 വയസ്സല്ലേ? AITUCക്കത് ബാധകമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണ് പ്രായപരിധി വന്നത്. ആ പ്രായപരിധി 75 വയസ്സാണ്. അങ്ങനെ ഒരു പ്രായപരിധി വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുതിയ ആൾക്കാർക്ക്
അല്ല, കണ്ടിന്യൂറ്റി വിത്ത് ചേഞ്ച് എന്നാണല്ലോ. അന്നേരം ഈ പഴയ നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു മാറ്റം നടത്താമായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലെ മാത്രം നടത്തിയോണ്ട് എന്ത് പ്രയോജനം? ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി, അത് തന്നെയാണ് ലക്ഷ്യം. അതിന് പൊതുവിൽ പാർട്ടിക്ക് ആ തത്വം സ്വീകാര്യമാണ്. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ അതൊരു വിഷയമാണ്. ചില സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെറുപ്പക്കാരായ കാഡർമാരിൽ നേതൃത്വം വെച്ചു കൊടുക്കാൻ വേണ്ടി അതൊരു വിഷയം തന്നെയാണ്. അതെന്താ അർത്ഥം കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പുതിയ റിക്രൂട്ട്സ് ഉണ്ടാകുന്നില്ല എന്നാണ്. അല്ല, അഖിലേന്ത്യാ തലത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു തീരുമാനം കേരളത്തിൽ അടിച്ചേൽപ്പിച്ചത് ചില വിഭാഗീയതയുടെ ഭാഗമാണെന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. താങ്കൾ തിരുത്തുമെന്നാണ് എൻ്റെ ചോദ്യം. ഇല്ലില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തീരുമാനം കൊണ്ടിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് ആണ്. ആവശ്യമായ ചർച്ചയെല്ലാം ചെയ്ത് പാർട്ടി കോൺഗ്രസ് പരമോന്നതമായിട്ടുള്ള പാർട്ടി വേദി അടിച്ചേൽപ്പിച്ചതല്ല, ജനാധിപത്യപരമായി കൈക്കൊണ്ട തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ശരിയെപ്പറ്റി പാർട്ടിക്ക് ബോധ്യമുണ്ട്. പാർട്ടിക്കകത്ത് യുവത്വം വേണം, സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ അതിൻ്റെ അർത്ഥം പ്രായമായവരെയെല്ലാം അവരുടെ സേവനങ്ങളെയെല്ലാം പാർട്ടി അകഞ്ഞു മാറ്റി എന്ന് പറയുമെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യില്ല. എല്ലാ സഖാക്കൾക്കും പാർട്ടിക്കകത്ത് അർഹിക്കുന്ന ഗൗരവവും പ്രാധാന്യവും അംഗീകാരവും കിട്ടും. താങ്കൾ പറയുന്നു അന്യ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പാർട്ടി കാഡർമാരെ കിട്ടാനില്ല, ഇവിടെ പാർട്ടിക്ക് യുവത്വം വേണമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ മാത്രം പോരാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുവത്വം എല്ലായിടത്തും വേണം. അല്ല, ഇവിടെ ഇപ്പം നമ്മുടെ മുന്നിലുള്ള പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ CPIക്ക് 4 സീറ്റുകളുണ്ട്: വയനാട്, തൃശ്ശൂർ, മാവേലിക്കര, തിരുവനന്തപുരം. പക്ഷേ ഇവിടങ്ങളിലൊക്കെ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPI നെട്ടോട്ടം ഓടുകയാണെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ തോന്നല. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ CPIയുടെ സ്ഥാനാർത്ഥി എവിടെ? CPIയുടെ സ്ഥാനാർത്ഥി എപ്പോഴും വന്നിട്ടുള്ളത് പാർട്ടിക്കകത്ത് ഉണ്ടാകേണ്ട ഒരു ഡ്യൂ പ്രോസസ്സുണ്ട്. അത് പൂർത്തിയാക്കിയിട്ടേ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി വന്നിട്ടുള്ളൂ. ആ സ്ഥാനാർത്ഥി ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും വരും. യഥാസമയത്ത് യഥോചിതമായ സ്ഥാനാർത്ഥി ഫലപ്രദമായി ഈ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും LDFനെയും പ്രതിനിധീകരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എല്ലാ സ്ഥലങ്ങളിലും വരും, സംശയമൊന്നും വേണ്ട. ഇപ്പോൾ യുവത്വം വേണമെന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് യുവതലമുറയിൽപ്പെട്ട നേതാക്കളെ വളർത്തിയില്ല? ഇപ്പം തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഇവിടെ ശശി തരൂരിനെ നേരിടാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ അത്ര എളുപ്പമല്ല. ഒറ്റ നോട്ടം വേണ്ട, 2 വട്ടം നോക്കി അപ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം സീറ്റിൽ ഇപ്പോൾ കൊല്ലത്ത് CPIക്ക് കൂടുതൽ MLAമാർ കൂടിയുള്ള സ്ഥലമാണ്. പഴയ CPIയുടെ കൊല്ലം എന്ന് പറഞ്ഞാൽ പഴയ മോസ്കോ എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഈ തിരുവനന്തപുരം കൊല്ലം സീറ്റുകൾ വെച്ച് മാറാൻ ആലോചനയുണ്ട്. LDFനകത്ത് അത്രയും ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. CPIക്ക് അതിൽ എതിർപ്പുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്ത ഒന്നിനെപ്പറ്റി നമ്മൾ സാങ്കല്പിക ചർച്ചയ്ക്ക് പോകാൻ പാടില്ല. ആ നിർദ്ദേശം വന്നാൽ അപ്പം പരിഗണിക്കും. ഇപ്പോൾ CPI CPM എന്ന് പറയുമ്പോൾ വല്യേട്ടൻ എന്ന് പറയാറുണ്ടായിരുന്നു. ആരാണ് വല്യേട്ടൻ എന്നുള്ള തർക്കം പണ്ട് തൊട്ടേ ഉണ്ട്. അന്നേരം പാർട്ടിയിൽ നിന്ന് പിളർന്നു പോയവർ വല്യേട്ടൻ CPI തന്നെയാണെന്നുള്ള വാദമുണ്ട്. പക്ഷെ ഇപ്പം പൂർണ്ണ വിധേയരായോ CPMന് CPI? നെവർ. ഒന്നീ വല്യേട്ടൻ പ്രയോഗം പോലും തെറ്റാണ്. അതും മാധ്യമങ്ങൾ കണ്ടുപിടിച്ച വാക്കാണ്. മാധ്യമങ്ങൾ എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നു. പിന്നെ എന്തോ നമ്മുടെ നാട്ടിൽ പ്രത്യേകതയാണ്, ഒരുപാട് മാധ്യമങ്ങൾ ജനങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കാം. ആ പദം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടായി, 2 പാർട്ടിയായിട്ട് മാറി. ആ ഭിന്നിപ്പിൽ ദുഃഖിക്കുന്ന പാർട്ടിയാണ് CPI. എല്ലാ ഘട്ടങ്ങളിലും CPI അടിവരയിട്ട് പറയുന്നു ആ ഭിന്നിപ്പ് നിർഭാഗ്യകരമായിരുന്നു. ആ ദുഃഖം CPMനില്ല. അത് CPMനോട് ചോദിക്കണം. CPIക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നിർഭാഗ്യകരമായിരുന്നു. ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ, പിന്നെ VP ഗോപാലൻ്റെ 84ാം ജന്മദിനം എന്നാണ് എൻ്റെ ഓർമ്മ. പട്ടാമ്പിയിലൊരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. EMS ജീവിക്കുന്ന കാലത്താണ്. അവിടെ EPയുടെ പ്രസംഗത്തിൽ VP പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, വഴിതിരിഞ്ഞു പോയിട്ടുള്ള ഈ പ്രസ്ഥാനം വീണ്ടും ഒന്നിക്കണം, അത് കാണണം എന്ന് EP പ്രസംഗിച്ചു. അടുത്ത സഹപ്രവർത്തനാണ് EMS. അവിടെ EMS പ്രസംഗിച്ച പ്രസംഗം എനിക്ക് EMSൻ്റെ തിരഞ്ഞെടുത്ത സമാഹാരത്തിൽ ചിലപ്പോൾ അത് കാണുമായിരിക്കും. EMS പറഞ്ഞത് EPയുടെ ഈ അഭിലാഷം അത് ശരിയാണ്. ഒരുപക്ഷെ എൻ്റെയും EPയുടെയും കാലത്ത് അത് നടക്കണം എന്നില്ല, പക്ഷേ അത് എന്തെങ്കിലും നടക്കും എന്ന അർത്ഥത്തിൽ പോസിറ്റീവായ ഒരു പ്രസ്താവനയാണ് അന്ന് അവിടെ EMS ചെയ്തത്. ഞാനതിനെയൊക്കെ ഗൗരവമായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ ഇനി അതിന് പ്രസക്തി ഇല്ലല്ലോ, കാരണം ലേഖനം നടക്കുന്ന കാര്യമല്ല. ലേഖനം വിട്ടുകളാണ്. ലേഖനം ഒരു പൈങ്കിളി വാക്കാണ്. അല്ല, എൻ്റെ ചോദ്യം ആരാണ് പക്ഷേ ലേഖനം എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റ് ചർച്ചകളിൽ, ഐക്യ ചർച്ചകളിൽ ലേഖനം എന്ന വാക്ക് പറയരുത്. ലേഖനം എന്ന വാക്ക്
CPIയുടെ വൊക്കാബുലറിയിലോ സങ്കല്പത്തിലോ ഇന്നോളം ഉണ്ടായിട്ടില്ല. അല്ല, എൻ്റെ ചോദ്യം വലിയേട്ടൻ ആരാണെന്ന്. ജയൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് പൈങ്കിളി വാക്കാണ്. ഇതിന് ഗൗരവമുള്ള രാഷ്ട്രീയ കാര്യമാണ്. അത് ഐഡിയോളജിക്കൽ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സംഘടനാ മാനങ്ങളുള്ള ഒരു വിഷയമാണ് കമ്മ്യൂണിസ്റ്റ് ഐക്യം. അതേപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒന്നും വ്യാപ്തി ഉൾക്കൊള്ളാനാകാത്ത ഒരു പൈങ്കിളി പദമായിട്ടുള്ള ലഹനമെന്ന വാക്ക് നിങ്ങൾ പറയരുത്. ഞങ്ങളല്ല പറഞ്ഞത്, പാർട്ടി ആൾക്കാരാണ്. പാർട്ടി പറയേണ്ടതില്ല. പാർട്ടി CPI ആസ് എ പാർട്ടി ഹാസ് നെവർ സെഡ് ഇറ്റ്. പറയട്ടേയില്ല. എൻ്റെ ചോദ്യം ആരാണ് വലിയേട്ടൻ എന്നുള്ളതാണ്. ഞങ്ങൾ രണ്ടും ഏട്ടന്മാരാണ്. രണ്ടേട്ടന്മാരാണ്. ആരുടെ ഏട്ടൻ എന്ന് പറയാൻ അത് വിഷയമില്ല. ഞങ്ങളാരുടെ താഴെയല്ല. അതുപോലെ തന്നെ CPI മന്ത്രിമാർ ഇപ്പം മന്ത്രിസഭാ യോഗത്തിൽ CPMൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം പറയുന്നവരെ കേട്ട് നിശബ്ദരായിരുന്നു പോവുകയാണ്. ഒരു അഭിപ്രായം പോലും പറയില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ആര് പറഞ്ഞു? പൊതുവെ അഭിപ്രായമുണ്ട്. ക്യാബിനറ്റിൻ്റെ രഹസ്യമാണ് അതൊക്കെ. അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം ഒന്നാം തരമായിട്ട് പറയാൻ കഴിവുള്ള, കെൽപ്പുള്ള, അനുഭവ സമ്പത്തുള്ള മിടുമിടുക്കന്മാരാണ്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരുമാണ്. അല്ലെ, മിടുമിടുക്കന്മാരെ ആളുകൾക്ക് നല്ലവണ്ണം അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ എങ്ങനെ ക്യാബിനറ്റ് പറയണമെന്ന് അവർക്കറിയാം. അത് പുറത്തു പറയേണ്ടതല്ല. ഒരു ക്യാബിനറ്റ് സീക്രസി ഉണ്ട്. ക്യാബിനറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും വെളിയിൽ അറിയുമല്ലോ. അത് CPI മുഖേനയല്ല. അല്ല, അവർ പറഞ്ഞു കേട്ടാണ്. ഇവരാരും ഒരു അക്ഷരം മിണ്ടില്ല എന്ന് പറയേണ്ടതല്ല എപ്പോഴും പറയുന്നു. അതുപോലെ തന്നെ CPI മന്ത്രിമാർ റവന്യൂ വകുപ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന റവന്യൂ വകുപ്പാണ്. ഇന്നലെ പോലും കൈക്കൂലി വാങ്ങിയ തഹസിൽദാർ പിടിയിലായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഭൂമി തരംമാറ്റത്തിലേക്ക് ഒരുപാട് അഴിമതികൾ നടക്കുന്നു. ഇതൊക്കെ പാർട്ടിയുടെ ശ്രദ്ധയപ്പെടുന്നുണ്ടോ? പാർട്ടി ഇതൊക്കെ വിലയിരുത്തുന്നുണ്ടോ? ഉദ്യോഗസ്ഥ അഴിമതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ സമൂഹത്തിൽ. കേരളത്തിലും ഉണ്ടത്. ഉദ്യോഗസ്ഥ അഴിമതി തുടരുന്നുണ്ട്. പക്ഷേ CPIയും CPMും അടങ്ങുന്ന LDF നയിക്കുന്ന ഈ സർക്കാർ ഒരു കാര്യം കട്ടായം പറയുന്നു: ഭരണരംഗത്തുള്ള രാഷ്ട്രീയ അഴിമതി ഇല്ല. അതുകൊണ്ട് രാഷ്ട്രീയ അഴിമതി ഇല്ലാത്തൊരു ഭരണത്തിന് ആധികാരികമായിട്ട് പറയാൻ അവകാശമുണ്ട്. ഉദ്യോഗസ്ഥരോടും അഴിമതിയെ പൊറപ്പിക്കില്ല എന്ന്. ആ വഴിക്ക് സർക്കാർ നീങ്ങുന്നുണ്ട്. ഉദ്യോഗസ്ഥ അഴിമതി നിയന്ത്രിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം. ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രമിച്ചിട്ട് കൂടി വരികയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി ഓരോ തവണയും പറയുന്നുണ്ട് ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് നിലപാടാണ്, കാഴ്ചപ്പാടാണ്. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്ന് പറയുന്ന നിലപാടുള്ള ഗവൺമെൻറ്റാണ്. ആ മുഖ്യമന്ത്രിയാണ് നയിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ. അതുകൊണ്ട് തന്നെ ആ താല്പര്യം ഈ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അഴിമതിയോട് ഈ ഗവൺമെൻറ്റിന് സന്ധി ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയ അഴിമതി ഇല്ലാത്ത ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ അഴിമതിയോട് സന്ധി ചെയ്യാൻ പാടില്ല. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കില്ല. അഴിമതി പൊതുവെ രാഷ്ട്രീയത്തിലും ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഭരണരംഗത്ത് അഴിമതിയില്ല, രാഷ്ട്രീയ അഴിമതിയില്ല. രാഷ്ട്രീയ രംഗത്തുമില്ല. രാഷ്ട്രീയ രംഗത്ത് അഴിമതിയില്ല, ഭരണതലത്തിൽ അഴിമതിയില്ല, ഭരണത്തിൽ അഴിമതിയില്ല. ഇപ്പം താങ്കളുടെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, താങ്കളുടെ മുഖം ഒരു മാനവികതയുടെ മുഖമാണ്. ഈ കേരളത്തിൽ അടുത്തിടെയായിട്ട് പോലീസ് നടത്തുന്ന അട്രോസിറ്റീസ്, പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം, ഏതൊരു പാർട്ടി ഭരിച്ചാലും ഏതൊരു പക്ഷത്തുള്ളവർ പ്രതിഷേധിക്കും. പക്ഷേ അവരെ ഇങ്ങനെ അടിച്ച് തല പൊട്ടിക്കുന്നു, ചെടിച്ചട്ടി വെച്ച് അടിക്കുന്നു. പോലീസിൻ്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ വിഷയം കണ്ടാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. ആ രീതിയിൽ മർദ്ദിക്കുന്നു. ഇക്കാര്യത്തിലൊന്നും CPIക്ക് അഭിപ്രായമില്ലേ? ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിലെ പോലീസ് നയത്തിനകത്ത് ഇടതുപക്ഷ സ്വഭാവം ഉണ്ടാകണം. അതുണ്ടായ രീതിയിലുള്ളൂ. അത് ജനങ്ങളെല്ലാം അടിച്ചമർത്തുന്ന, തലപൊട്ടിക്കുന്ന ഒന്നാകാൻ പാടില്ല. ലെഫ്റ്റിൻ്റെ ഭരണത്തിലെ പോലീസിനകത്ത് അത്ര നവീകരണം വേണം. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ മുൻകൈ LDF എടുക്കും. ഇത് തെറ്റായി പോയെന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം CPI എല്ലാം ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം പറഞ്ഞത്. അല്ല, അത് വ്യക്തമായിട്ട് പറയാമല്ലോ. കണ്ടില്ലേ, രാജേഷിനെ പോലൊരു ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലായില്ല. മനസ്സിലായി, പക്ഷേ എന്നാലും തന്നെ അത് പരസ്യമായിട്ട് ഇത് ശരിയായില്ല. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലീസ് നയത്തിനകത്ത് ഒരു ഇടതുപക്ഷ സ്വഭാവം ഉണ്ടാകണം. ഇപ്പോഴത്തെ നയം തിരുത്തിയാൽ മതി. അതിനാവശ്യമായ തിരുത്തലുകൾ വേണ്ടി വരും. ഇപ്പം തന്നെ ഈ കേരളത്തിൽ നമ്മൾ കോൺഗ്രസ്സാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന എതിരാളി. അല്ല, UDFനെ നയിക്കുന്ന കോൺഗ്രസ്. ഇവിടെ കോൺഗ്രസിനെ എതിർത്തിട്ട് ഡൽഹിയിൽ പോയി കൈകോർക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു. അത് ആൾക്കാർക്കിടയിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? കേരളത്തിലെ ആൾക്കാർ അതാണ് ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയ. പിന്നെ കേരളത്തിലൂടെ കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കോൺഗ്രസ്സിന് ഇപ്പോഴും എതിരാളി ആരാ? ഇടതുപക്ഷമാണ്. ഇവിടുത്തെ കോൺഗ്രസുമായിട്ട് കൈകോർത്തിട്ടുള്ള പാർട്ടിയാണ് CPI. അല്ല, അതൊരു കാലത്ത് അറിയത്തില്ല. ആ കോൺഗ്രസ് ഇന്നില്ലല്ലോ. ഇവിടുത്തെ കോൺഗ്രസുമായിട്ട് ഞങ്ങൾ കൈകോർത്ത കാലത്ത് ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കാൻ പറ്റി. ഗ്രാറ്റുവിറ്റി നിയമം കൊണ്ടുവന്നു, ലക്ഷം വീട് കൊണ്ടുവന്നു. പാവങ്ങൾക്ക് വേണ്ടിയുള്ള എണ്ണമറ്റ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ അന്നത്തെ കോൺഗ്രസ് കൈകോർത്തത്. ആ കോൺഗ്രസ് ഇപ്പോഴില്ലല്ലോ. അന്നത്തെ കോൺഗ്രസ് ബാങ്കുകൾ തിരസ്കരിച്ചു. ആ കോൺഗ്രസ് പീപ്പിൾസ് നിർത്തലാക്കി. ആ കോൺഗ്രസ്
ആരോഗ്യകരമായിട്ടുള്ള ഒരു ചെറിയ നയം നടപ്പിലാക്കി, നോൺ അലൈൻമെൻറ്റ് പോളിസി. ആ ഗവൺമെൻറ് സാമ്രാജ്യവിരുദ്ധമായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായിട്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ചു ആ കോൺഗ്രസ്. ദാറ്റ് കോൺഗ്രസ് ടുഡേ. അല്ല, ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യമാണോ ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ കാര്യമാണോ? കോൺഗ്രസിനെ പറ്റി പറയുകയാണ്. കേരളത്തിൽ ആ കോൺഗ്രസ് തന്നെയല്ലേ ഇപ്പോഴും അവിടെ ഡൽഹിയിലുള്ളത്? ആ കോൺഗ്രസ് ഒരുപാട് മാറി. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിഷയം എന്താ? കേരളത്തിലെ കോൺഗ്രസ്സിന് അറിയില്ല അവരിവിടുത്തെ BJP രാഷ്ട്രീയത്തിൻ്റെ കുറവുകൾ നികത്താൻ വേണ്ടി ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഒരു രാഷ്ട്രീയം അവിടെ കൈയാളുന്നത്. അതുകൊണ്ടാണ് അവർ രാഹുൽ ഗാന്ധിയെ ഇവിടെ മത്സരിക്കാൻ നിർബന്ധിക്കുന്നത്. മത്സരിക്കരുതെന്നാണോ നിങ്ങളുടെ നിലപാട്? അല്ല, എൻ്റെ വിഷയം നിലപാടെന്നുള്ള എൻ്റെ വിഷയം ഞാൻ പറയാം. എൻ്റെ വിഷയം കോൺഗ്രസിന് രാഷ്ട്രീയ വിവേകം ഉണ്ടാകണം. പൊളിറ്റിക്കൽ വിസ്ഡം എന്നൊരു വാക്ക് ഞാൻ പറയും. പൊളിറ്റിക്കൽ വിസ്ഡം അത് കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസ് അതിനെപ്പറ്റി ചിന്തിക്കണം. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം, എവിടെയും വയനാട്ടിലെ മത്സരിക്കാം. പ്രശ്നം എന്താ? അങ്ങനെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ പറഞ്ഞയക്കുമ്പോൾ 2 ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ പൊളിറ്റിക്കൽ സമരത്തിൻ്റെ, രാഷ്ട്രീയ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഏതാണ്? യുദ്ധക്കളം ഏതാണ്? മഹാഭൂരിപക്ഷം MPമാരെയും പറഞ്ഞയക്കുന്ന ഹാർട്ട്ലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണോ, അത് 20 MPമാരെ മാത്രം പറഞ്ഞയക്കുന്ന ഒരിക്കലും BJP ജയിക്കാത്ത കേരളമാണോ? ഉത്തരം കോൺഗ്രസ് പറയണം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഈ വലിയ സമരത്തിൽ ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി? RSS BJP ആണോ അതോ ഇടതുപക്ഷമാണോ? ഈ 2 ഉത്തരവും പറയേണ്ടത് കോൺഗ്രസ്സാണ്. ആ ഉത്തരം കണ്ടുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ വിസ്ഡമാണ് അറ്റ് സ്റ്റേക്ക്. അല്ലെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷമായിട്ട് കൈകോർക്കാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂ കേരളത്തിൽ? ഇപ്പം രണ്ടാമത്തെ ആരാണ് എതിരാളി? BJP ആണോ അതോ ഇടതുപക്ഷമാണോ എതിരാളി? അങ്ങനെയാണെങ്കിൽ ഈ ഇടതുപക്ഷ എതിരാളി അല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കൈകോർക്കാൻ പറ്റൂ? ഇവിടെ UDFും LDFും തമ്മിൽ മത്സരം ഉണ്ടാകും. മത്സരിച്ചേ തീരൂ. മത്സരിക്കാത്ത പക്ഷം BJPക്ക് ഇന്നോളം അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അത് കാരണമാകും. അത് പാടില്ല. ഇവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാനാകാത്തതിൽ ഒരു ഘടകം ഇത് തന്നെയാണ്. അല്ല, കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക, അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം പീനട്ടാണ്. കാരണം 20 സീറ്റല്ല അവരെ സംബന്ധിച്ച പ്രധാന കാര്യം. മറിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നത്, നിങ്ങളിവിടെ കോൺഗ്രസുമായിട്ട് തമ്മിലടിച്ച് അങ്ങോട്ട് മത്സരിച്ച് തെരഞ്ഞെടുപ്പിനുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയി ഒരുമിച്ച് കോൺഗ്രസിന് കൈവെക്കാനല്ലേ എന്നൊരു ചോദ്യം കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ പറയുന്നല്ലോ, ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് LDFന് സംശയമേ ഇല്ല. ഞങ്ങൾ മത്സരിക്കുന്നത് RSSൻ്റെയും BJPയുടെയും നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതാണ് ഞങ്ങളുടെ മത്സരം. അല്ല, മോദിയെക്കുറിച്ച് എന്തെല്ലാം വിയോജിപ്പ് പറഞ്ഞാലും മോദിയെ നേരിടാൻ പറ്റിയൊരു നേതാവ് മറുഭാഗത്തുണ്ടോ? അതന്നെ ഞങ്ങളുടെ ലക്ഷ്യതാണ്. മോദി മഹാദിവ്യനൊന്നുമല്ല, അജയ്യനുമല്ല. ഫലപ്രദമായ ഒരു ഐക്യം ഉണ്ടാക്കി എവിടെയെല്ലാം പോരാടിയിട്ടുണ്ടോ അവിടെയെല്ലാം മോദിയുടെ പാർട്ടി തോറ്റിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തോറ്റത് കർണാടകത്തിലാണ്. അതെ, സൗത്ത് ഇന്ത്യയാണ്. അല്ല, റിലയബിളായ പിന്നെ തോറ്റത് തെലങ്കാനയിലാണ്. അതെല്ലാം ദക്ഷിണേന്ത്യയിലാണ്. തോറ്റത് ഉത്തരാഖണ്ഡിലാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് മോദിയുടെ വിയോജിപ്പ് പറഞ്ഞാൽ ബദൽ നേതാവാര്? പിന്നെ നോർത്ത് ഇന്ത്യയിൽ രാജസ്ഥാൻ തോറ്റിട്ടുണ്ട് BJP. ഒറ്റ വിഷയമുള്ളൂ, BJPയുടെ വരവിനെ തടയാൻ കെൽപ്പുള്ള ഒരു പകരം സംഘടനയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾക്ക് സ്വീകാര്യമാണത്. എല്ലാവരും പ്രധാനമന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. അന്നേരം ആര് പ്രധാനമന്ത്രി ആകും എന്നുള്ള, അന്നേരം ഇവരിനിയിപ്പം ഇന്ത്യ മുന്നണി ജയിച്ചാൽ പോലും BJP അവരെ ചാക്കിട്ട് മറിക്കത്തില്ലേ? അവർ ആ രീതിയിലുള്ള പൊളിറ്റിക്സ് കളിക്കുന്നവരാണ് BJP. രാജേഷിന് അറിയില്ലേ? മന്ത്രിസഭകളെ മറിച്ചവരാണ്. രാജേഷിന് അറിയില്ലേ? 1ാം UPA ഉണ്ടായി, പ്രധാനമന്ത്രി ഉണ്ടായി. 2ാം UPA ഉണ്ടായി, പ്രധാനമന്ത്രി ഉണ്ടായി. ഒരിക്കലും ഈ കൂട്ടുകെട്ടുകളൊന്നും മുൻകൂട്ടി പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചല്ല വോട്ടിങ്ങിലേക്ക് പോയത്. 2ാം UPAക്ക് പാലം മരിച്ചില്ലെങ്കിൽ ഈ അവസ്ഥ അല്ലായിരുന്നു. എന്നിട്ട് ഇലക്ഷന് ശേഷം ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ഉണ്ടായി, പറ്റിയ പ്രൈം മിനിസ്റ്റർ ഉണ്ടായി. 2 പ്രാവശ്യം ഉണ്ടായി. ഇപ്പോഴും ഒന്നുണ്ടാകും. അല്ല, അത് തകർത്തത് CPM ആയിരുന്നല്ലോ. അല്ല, തകർത്തതല്ല. 2ാം UPAയിൽ 2ാം UPAയിൽ ഞങ്ങളുണ്ടായിരുന്നു. ഘടകകക്ഷി അല്ലെങ്കിലും ഞങ്ങളതിൻ്റെ അലയായിരുന്നു. ജനങ്ങൾക്ക് ദഹിക്കാത്ത തീരുമാനമായിരുന്നു അത്. അല്ല, അതിനെപ്പറ്റി ഞങ്ങളുടെ പാർട്ടികൾ CPIയും CPM ഒരുമിച്ചാണ് പിൻവലിച്ചത്. CPMൻ്റെ മാത്രം കുറ്റമല്ല. ഇപ്പോൾ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി വികസിപ്പിക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ട്? ഇതുവരെ ഇല്ല. ഇപ്പോൾ ലീഗിലെ ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് ഒരു ചാക്കിടാൻ വേണ്ടി CPMൻ്റെ ചിലർ പരോക്ഷമായി ശ്രമിക്കുന്നതായിട്ട് വാർത്തകളുണ്ട്. CPIയുടെ നിലപാടെന്താണ്? നമ്മളതിനെപ്പറ്റി കാണേണ്ട കാര്യം ഇവിടെ ഒരു പുതിയ കാര്യമല്ല ഇത്. ഈ ചർച്ച വന്നപ്പോഴൊക്കെ
നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചർച്ച വന്നപ്പോഴെല്ലാം രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച ലീഗ് പ്രഖ്യാപിക്കും ഞങ്ങൾ എങ്ങോട്ടും ഇല്ല, ഞങ്ങൾ UDF-ലാണെന്ന്. അങ്ങനെ UDF-ൽ തന്നെയാണെന്ന് ലീഗിനെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കും വിധം അപക്വമായ സമയത്ത് സാങ്കല്പികമായ ഒരു സന്ദർഭത്തിൽ ആ ചർച്ചയ്ക്ക് പോകുന്നത് ബുദ്ധിയാണോ എന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പറയുന്ന ചില നിലപാടുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു മൃദു സമീപനം ഇടതുപക്ഷത്തോട് അദ്ദേഹം പുലർത്തുന്നുണ്ട്. അല്ല, PK കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ മാറ്റി നിർത്തുക. ഞാൻ പറയുന്നത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ പോക്കിനെ പറ്റി ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ന്യായമായ ആശങ്കയുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അയോധ്യയിലെ ക്ഷേത്രം, ആ ക്ഷേത്രം കെട്ടിപ്പൊക്കിയത് എവിടെയാണ്? ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദിൻ്റെ ശവപ്പറമ്പിലാണ് കെട്ടിപ്പൊക്കിയത്. ആ മുറിപ്പാടുണ്ട്. സ്വന്തം നാട്ടിൽ തങ്ങൾ സുരക്ഷിതരാണോ എന്നുള്ള ചിന്തയും ആശങ്കയും ഉണ്ടാക്കിയ സ്ഥലമാണത്. ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി BJP-ക്ക് അത് ഫാസിസ്റ്റ് സംഘടനയാണ്, RSS-ന് അത് ചെയ്യാം. ക്ഷേത്രം പണിയാനുള്ള സുപ്രീം കോടതിയുടെ വിധിയുടെ ആയിക്കോട്ടെ, അതിനുവേണ്ടി സുപ്രീം കോടതി വിധിയും കോടതികളുടെ പൊതുവസ്ഥയൊക്കെ നമുക്കെല്ലാം അറിയാമല്ലോ. എന്തായാലും ആ സ്ഥലത്തേക്ക് ഒരു ക്ഷണം വരുന്നു. ക്ഷണം വരുമ്പോഴത്തേക്കും CPI-ക്കും CPM-നും 2 വട്ടം ചിന്തിക്കേണ്ടി വന്നില്ല, ഞങ്ങളില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോൺഗ്രസോ പോണോ വേണ്ടയോ, വേണോ വേണ്ടയോ, എത്ര ആഴ്ച വേണ്ടി വന്നു? എനിക്കുറപ്പാണ് ഇടതുപക്ഷം കൈക്കൊണ്ട നിലപാടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ പോയേനെ. ഇതെല്ലാം നാച്ചുറലി ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശങ്കയുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാകുന്നുണ്ട്. ലീഗിന് അത് എത്രമാത്രം ബാധിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ലീഗ് അണികളിലും ആ ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലീഗ് മതേതര പാർട്ടിയാണോ? ലീഗ് വർഗീയ പാർട്ടിയല്ല. അല്ല, CPM-ന്റെ നേരത്തെയുള്ള നയം വർഗീയ പാർട്ടിയാണെന്ന്. ലീഗ് വർഗീയ പാർട്ടിയല്ല. പലപ്പോഴും വർഗീയതയോട് സന്ധി ചെയ്യാൻ പോയൊരു പാർട്ടിയാണ് ലീഗ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയോ അല്ലെങ്കിൽ NDF-നെ പോലെയോ SDPI-യെ പോലെയോ RSS-നെ പോലെയോ ഒരു വർഗീയ പാർട്ടിയല്ല. അപ്പോൾ ഇന്ത്യൻ ദേശീയത ഉൾക്കൊണ്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ ഈ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നതിൽ എന്താ തെറ്റ്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിശ്വാസികൾക്കോ വിശ്വാസങ്ങൾക്കോ എതിരല്ല, ഒരിക്കലുമല്ല. എപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്നുണ്ട് മാർസിനെ, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞില്ലേ. ആ വാചകം മാർക്സ് പറയും മുമ്പ് മാർക്സ് പറഞ്ഞ ഭാഗം അത് പലരും പറയുന്നില്ല. രാജേഷ് മുഖേന, കൗമുദി മുഖേന എല്ലാവരും കേൾക്കട്ടെ. മാർക്സ് എഴുതി, ആത്മാവ് നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ ആത്മാവാണ് മതം, ഹൃദയശൂന്യമായ സമൂഹത്തിൻ്റെ ഹൃദയമാണ് മതം. ഇറ്റ് ഈസ് ദ സൈ ഓഫ് ദ ഒപ്രസ്ഡ് മാൻ, അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നെടുവീർപ്പാണ് മതം. ഇത്രയും മാർക്സാ പറഞ്ഞത്. ഇത്രയും വാക്കുകൾ മതത്തെപ്പറ്റി പറഞ്ഞ ഒരു മതവ്യാഖ്യാതാവിനെയും എനിക്കറിയില്ല മാർക്സ് അല്ലാതെ. എന്നിട്ട് മാർക്സ് പറഞ്ഞു, അങ്ങനെ എല്ലാം ആണെങ്കിലും മതം ഒരു കറുപ്പ് പോലെയാണ്. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ വിമോചനം ഉണ്ടാകുന്നില്ല, വിമോചന പ്രതീതി ഉണ്ടാക്കുന്നു. അതാണ് മാർക്സിൻ്റെ ബോധ്യം. അല്ല, മാർക്സ് മതത്തെക്കുറിച്ച് അത്രയും പറഞ്ഞെങ്കിലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ആ മണ്ഡലത്തിലെ ഏത് ജാതിക്കാണ് മുൻതൂക്കം എന്നുള്ള നോക്കിയല്ലേ CPI-യും CPM-ഉം സ്ഥാനാർത്ഥി നിർത്തുന്നത്? അന്ന് ശരിയല്ല. 100% ശരിയാണ്. അന്ന് ശരിയല്ല. പൊതുവെ അങ്ങനെ കാണുന്നത് ആ മണ്ഡലത്തിലെ ജാതിപരമായിട്ടുള്ള സമവാക്യങ്ങൾ എങ്ങനെയാണ് എന്ന് CPM-ഉം CPI-യും നോക്കുന്നുണ്ട്. ശരിയല്ല, അത് നിഷേധിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു, ഞാൻ ജയിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. അവിടുത്തെ ഞങ്ങൾ ജാതി നോക്കിയിട്ടില്ല. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമോ? ഇല്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് 19-1 ഇത്തവണ എങ്ങനെയായിരിക്കും? 20-20 അവർക്കാണോ? ഞങ്ങൾക്ക് LDF. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞല്ലോ, രാജേഷ് ഉത്കണ്ഠ വേണ്ട, യഥാസമയത്ത് യഥോചിതമായ സ്ഥാനാർത്ഥി വരും. ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ഒരു ധാരണയിലെത്തണമെന്നുള്ള അഭിപ്രായമുണ്ടോ? ഇല്ല. CPI-യുടെ പണ്ടത്തെ നിലപാട് അതായിരുന്നു. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമോ? അതുപോലെ ഉള്ളൂ. അന്നേരം ആൾക്കാർ ചോദിക്കുന്നത്, പടിഞ്ഞാറ് ഉദിക്കാത്ത സൂര്യനെ ഡൽഹി പോയി പിന്തുണയ്ക്കുന്ന എന്തടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യം വീണ്ടും. അതാണ് ഡൽഹി, ഇതാണ് കേരളം. ക്വൈറ്റ് സിമ്പിൾ. രാജേഷ് മറന്നുപോയോ? 69 ഇതുപോലെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അന്ന് വേറെ രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു. കോൺഗ്രസ് ഭിന്നിച്ചു. കോൺഗ്രസ് ദുർബലമായിരുന്നു, എണ്ണത്തിൽ കുറവായിരുന്നു. അവർ വീഴുപോകുന്ന ആശങ്കയുണ്ടായി, അവർക്കുണ്ടായി. സിൻഡിക്കേറ്റ് കോൺഗ്രസ്, ജനസംഘം, സ്വതന്ത്ര പാർട്ടി അടങ്ങുന്ന മഹാസഖ്യം അവരെ വീഴ്ത്തുവന്ന് വെല്ലുവിളിച്ചു. ആ സമയത്ത് ഞങ്ങൾ CPI-യും CPM-ഉം 69 ഈ കോൺഗ്രസിന് വേണ്ടി കൈവക്കിയവരാണ്. വെറുതെയല്ല. ഞങ്ങൾ പറഞ്ഞു, ഈ പിന്തുണ നിരുപാധികമല്ല, സ്വാഭാവികമാണ്. നിങ്ങൾ ബാങ്കുകൾ വെച്ച് സഹകരിക്കുമോ? നിങ്ങൾ പ്രീപ്രസ് നിർത്തലാക്കുമോ?
നിർത്തലാക്കിയാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കും. കോൺഗ്രസ് അത് തയ്യാറായി. ആ നയത്തിൻ്റെ പേരിൽ ഞങ്ങൾ CPI-യും CPM-ഉം അന്ന് 60s അതിനു മുമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി കൈവക്കിയിട്ടുണ്ട്. അല്ല ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടിയന്തര കർത്തവ്യങ്ങൾക്ക് അനുബന്ധമായിട്ട് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ സ്വീകരിക്കും. അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇനിയും അടുത്ത പ്രധാന എന്താണ് അടുത്ത ദൗത്യം? ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എല്ലാ തരത്തിലും. കേരളത്തിലേക്ക് പ്രവർത്തന രംഗം പൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയുടെ പ്രവർത്തന കേന്ദ്രം, സ്റ്റേറ്റ് സെക്രട്ടറി പ്രവർത്തന കേന്ദ്രം ഇവിടെ തന്നെ ആയിരിക്കും. ഡൽഹിയല്ല. ഞാൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതെ, ആ മെമ്പർഷിപ്പിൽ തുടരും ഞാൻ. കാരണം കേരള സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് എന്ന് കുറച്ച് കാലമായിട്ടുണ്ട്. അതിൽ മാറേണ്ട കാര്യമില്ല. ന്യൂ ഏജിൻ്റെ പത്രാധിപ സ്ഥാനം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒഴിയണം. ശരി. അപ്പോൾ എല്ലാ ആശംസകളും. സന്തോഷം.